ഒരു അത്യാവശ്യ കാര്യമുണ്ട്, എനിക്ക് എൻ്റെ ഹെൽപ്പ് ഒന്ന് വേണം. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ റോയൽ ലേഡി എൻ്റെ കയ്യിൽ വന്നൊരു കേസ് കൊണ്ട് തന്നു. അത് സംഭവം ഒരു ലെറ്ററാണ്, പക്ഷേ അത് കുറച്ച് വിഷയമാണ്. അതിനകത്ത് VIP എന്തോ രഹസ്യമോ കാര്യം എന്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് നല്ല പവറാണ്. പക്ഷേ സംഭവം ഇപ്പം കാണാനില്ല. അവർ പറയുന്നത് അവിടുത്തെ മിനിസ്റ്റർ DA ഇത് അടിച്ചുകൊണ്ട് പോയെന്നാണ്. എന്നിട്ടിപ്പോൾ അങ്ങനെ അത് വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്തിനാടാ ഇതൊക്കെ എന്നോട് പറയുന്നത്? ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇതിന് നോക്കാൻ ഒരു സ്ഥലമില്ല. അങ്ങനെ ഓഫീസും അപ്പാർട്ട്മെൻറ്റും എന്തിനും അടുത്തുള്ളവർ അപ്പാർട്ട്മെൻറ്റ് വരെ തപ്പി, സാധനം ഇവരെ കിട്ടിയിട്ടില്ല. നീ ഏതായാലും ഒരു കാര്യം ചെയ്യും, അയാളുടെ വീട്ടിൽ പോയി ഒന്നോടെ തപ്പി നോക്ക്. കിട്ടിയില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞു നമുക്ക് സെറ്റാക്കാം. ഒന്നുകൂടെ തപ്പാനോ? നീ തപ്പണം. ഞാൻ കുറേ തപ്പിയതാ. തപ്പണം. കാര്യം ലെറ്റർ അയാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് വെച്ചാണല്ലോ പുള്ളി ഈ ഭീഷണിപ്പെടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അത് ആ വീട്ടിൽ തന്നെ കാണും. ഇത് കേട്ട് ജി വീണ്ടും മിസ്റ്റർ ഡിയുടെ വീട്ടിൽ പോയി തപ്പിയെങ്കിലും ലെറ്റർ കിട്ടിയില്ല. ഇല്ലളിയേ ഇല്ല, സാധനം ഇതുവരെ കിട്ടിയിട്ടില്ലേ. അവർ പൈസ എത്ര വേണേലും തരാമെന്നാണ് പറഞ്ഞത്. ഇതിന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50,000 ഫ്രാങ്ക് കൂടെ ഇറക്കാം. പക്ഷെ സാധനം എങ്ങനെ ലോക്കിക്കണം? എന്നാ ഒരു കാര്യം ചെയ്യ്, 50,000 തന്നേര്. ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. നീയാ? എന്ത്? അല്ല ഇത് മോട്ടിച്ചത്. ഒന്ന് പോടേ. ഞാനിത് അങ്ങേറെ അപ്പാർട്ട്മെൻറ്റിൽ കയറി കഷ്ടപ്പെട്ടെടുത്തോണ്ട് വന്ന സാധനമാണ്. പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ? കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഒരു റൈബാനും വെച്ച് നേരെ മിനിസ്റ്റർ ഡിയെ കാണാനായിട്ട് പോയി. കുറേ നേരം ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അയാളെ അവിടെ പിടിച്ചിരുത്തി. പക്ഷെ ആ സമയം മുഴുവൻ ഞാൻ ആ റൂം അരിച്ച് വറുക്കുകയായിരുന്നു, ഒരു ഭ്രാന്തനെ പോലെ, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാനായിട്ട്, എൻ്റെ ജിക്കും റോയൽ ലേഡിക്കും വേണ്ടി. അങ്ങനെ ആ റൂം മുഴുവൻ ഞാൻ അരിച്ച് പെറുക്കിയപ്പോഴും അവിടെ ഞാനൊരു കാഴ്ച കണ്ടു. തൂങ്ങിക്കിടക്കുന്നൊരു കാട്ട്റാക്ക്. തൂങ്ങിക്കിടക്കുന്നൊരു കാട്ട്റാക്കേ. അതിൽ കുറേ വിസിറ്റിംഗ് കാർഡ്സും ഒരു പഴയ ലെറ്ററും ഉണ്ടായിരുന്നു. ആ ലെറ്ററിൻ്റെ ട്യൂ അഡ്രസ് മിനിസ്റ്ററിനുള്ളതായിരുന്നെങ്കിലും എനിക്കത് കണ്ടപ്പോഴേ എന്തോ ഒരു ഡൗട്ട് തോന്നി. കാര്യം എന്തോ ഒരു വശപ്പേശ കൊണ്ട് അതിന്. കാര്യം അതിൻ്റെ സീല് കീറിയിട്ടുണ്ട്. മാത്രമല്ല അത് വെച്ചിരിക്കുന്ന രീതി, ഇറ്റ് വാസ് സംതിങ് ഫിഷ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ടൊബാക്കോ ബോക്സ് അവിടെ വെച്ചിട്ട് അയാളോട് യാത്രയും പറഞ്ഞിറങ്ങി. അടുത്ത ദിവസം ടൊബാക്കോ ബോക്സ് എടുക്കാനെന്ന വ്യാജേന ഞാൻ വീണ്ടും അവിടെ കയറി പറ്റി. അപ്പോഴവിടെ റോഡിൽ ഞാൻ ഓൾറെഡി പൈസ കൊടുത്ത ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അലമ്പുണ്ടാക്കാൻ. അമ്മമാർ കറക്റ്റായിട്ട് അലമ്പുണ്ടാക്കി. കാര്യം ഇയാളെ ഡിസ്ട്രാക്ട് ചെയ്യണമല്ലോ. പുള്ളി ഒരു മിനിസ്റ്റർ ആയതുകൊണ്ട് പുള്ളി നോക്കാനായിട്ട് പോയി. ആൻഡ് ആ ഗ്യാപ്പിൽ ഞാൻ ലെറ്റർ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ലെറ്റർ അവിടെ വെച്ചു കൊടുത്തു. അങ്ങനെയുള്ള എൻ്റെ ബുദ്ധേ. പക്ഷെ അന്ന് താൻ നോക്കിയിട്ട് കിട്ടാതിരിക്കാൻ ഒരു കാര്യമുള്ളൂ. കാര്യം നിങ്ങളവിടെ സെർച്ച് ചെയ്യുമെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി അത് ഒളിപ്പിക്കാൻ നോക്കിയില്ല. പകരം എല്ലാവരുടെയും കാണുന്നിടത്ത് തന്നെയാണ് പുള്ളി ആ ലെറ്റർ വെച്ചത്. തന്നെയല്ല, അതിൻ്റെ രൂപം പുള്ളി നല്ല രീതിക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. വാട്ട് എ സൈക്കോളജിക്കൽ മൂവ്. അതാ, കള്ളനെ പിടിക്കണേ കള്ളനെ പോലെ തന്നെ പിടിക്കണം. നല്ലありがとね。